ശ്രേയസിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. മാരാമൺ കൺവെൻഷൻ്റെ മുന്നൊരുക്കങ്ങളെപ്പറ്റി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിന് ഞങ്ങളുടെ ജോലികൾ മിക്കവാറും 90% പൂർത്തിയായി കഴിഞ്ഞു. അതായത് തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള ജോലികൾ കഴിഞ്ഞു. നാളെ കർട്ടൻ ഉയരുകയാണ്. മഹായോഗത്തിന് മണൽപ്പുറം ഒരുങ്ങി. നാളെ ഉച്ചയ്ക്ക് 2:30 മർത്താമ സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മെത്രാപ്പോലിത്തയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം 7 ദിവസം, അതായത് 15-ാം തീയതി വരെ മാരാമൺ മണൽപ്പുറത്ത് വചന പ്രഘോഷണമാണ്. ഞങ്ങളുടെ പരിപാടികൾ തുടങ്ങുന്നതായിട്ട് കഴിഞ്ഞ ആഴ്ച നിങ്ങളെ കാണിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച മണൽപ്പുറമല്ല ഇപ്പോൾ കാണിക്കുന്നത്. എല്ലാം മണൽപ്പുറം മുഴുവനായിട്ട് ഞങ്ങൾ മുഴുവൻ സ്റ്റാളുകളും നിരന്നു കഴിഞ്ഞു. ആ സ്റ്റാളുകളേക്ക് വേണ്ട മേശ, കസേര ആദ്യമായവ കൊടുക്കുന്ന ഭാഗമാണ് ഇന്നത്തെ രംഗം. എല്ലാ സ്റ്റാളുകളുടെ മുമ്പിലും ബോർഡുകൾ കെട്ടണം. ഇതാ നിങ്ങളിപ്പോൾ കാണുന്നത് ബെയിലി പാലമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ പാലം ഇങ്ങനെ അറ്റത്തോട്ട് മുട്ടിക്കുന്ന ഒരു രംഗം, അല്ലെങ്കിൽ പണി പൂർത്തിയാകുന്ന ഒരു ഭാഗമായിരുന്നു നിങ്ങളെ കാണിച്ചത്. ഈ ബെയിലി പാലത്ത് നിന്ന് നോക്കിയാൽ മുകളിൽ കോഴഞ്ചേരി പാലം കാണാം. ആ കോഴഞ്ചേരി പാലത്തിൻ്റെ ആർച്ച്, പുതിയ പാലത്തിൻ്റെ ആർച്ച് ഒരെണ്ണം കൂടെ മുട്ടിയാൽ അടുത്ത പ്രാവശ്യം ആ പുതിയ പാലം കൂടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. 2 പാലം സമാന്തരമായിട്ടുണ്ട്. കോഴഞ്ചേരി പാലത്തിൽ എപ്പോഴും ബ്ലോക്കാണ്. അതുകൊണ്ടാണ് സമാന്തരമായിട്ടൊരു പാലം കൂടെ നിർമ്മിച്ചിരിക്കുന്നത്. മാരാമൺ കൺവെൻഷൻ്റെ ഒത്തമടുക്കായിട്ട് ഒരു വലിയൊരു ഡിസ്പ്ലേ പന്തൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൺവെൻഷൻ ആദ്യം ആരംഭിച്ചു എന്ന് പറയുന്ന കടവിൽ മാളിക, അതിൻ്റെ ഒരു രൂപം അവിടെ സ്ഥാപിച്ചുകൊണ്ട് വലിയൊരു ഡിസ്പ്ലേ പന്തൽ അവിടെ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ വിശാലമായ മണൽപ്പുറത്ത് തയ്യാറാക്കിയ ഓലമേഞ്ഞ പന്തലാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ആ പന്തലിലിരിക്കാൻ നല്ല കൂളിങ്ങാണ്, AC-യിലിരിക്കുന്ന പോലാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഒരു 50,000 പേര് വന്നാലും ഒരേപോലെ അവിടെ ഇരിക്കാൻ സാധിക്കും. നല്ല രസകരമായ കാഴ്ചയാണ്. അതിന് ചുറ്റും ഒരു 10,000 കസേരയോളം തയ്യാറാക്കിയിട്ടുണ്ട്. പ്രായമുള്ളവർക്ക് അത്യാവശ്യം ഒന്ന് ഇരിക്കുന്നതിന് വേണ്ടി പറ്റും. ഈ കാണുന്നത് കുട്ടിപ്പന്തൽ എന്ന് പറയും. മാരാമൺ കൺവെൻഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ കുട്ടിപ്പന്തൽ ഒരു 100 അടി നീളത്തിൽ 100 അടി വീതിയിൽ 1000 സ്ക്വയർ ഫീറ്റിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മമാർ വരും. കൈക്കുഞ്ഞുങ്ങളുണ്ടാകും, മുലകുടി മാറാത്ത കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാകും. അത്തരം കുഞ്ഞുങ്ങളെ ഇരുത്താൻ, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും ഇരിക്കാനാണ് ഈ കുട്ടിപ്പന്തൽ. അപ്പോൾ ആ കുട്ടികളുടെ കരച്ചിലും ബഹളവും ഒന്നും സുവിശേഷ യോഗത്തെ ബാധിക്കില്ല. അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ പന്തലാണിത്. ആ പന്തലിൻ്റെ സൈഡിലായിട്ട് പമ്പയാറിൻ്റെ തീരമാണ് ഈ കാണുന്നത്. പമ്പയാറിൻ്റെ സൈഡിൽ കൈവരിയെല്ലാം കെട്ടി വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആറ്റിലോട്ട് ആരും ഇറങ്ങാത്ത രീതിയിൽ സുരക്ഷിതമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിപ്പന്തൽ ഇരുന്ന് കഴിഞ്ഞാൽ ഏത് കുഞ്ഞുങ്ങളും സുഖമായിട്ട് ഉറങ്ങിപ്പോവും. ആരും കരയത്തോ ബഹളം വെക്കത്തോ ഒന്നുമില്ല. അത്രയ്ക്ക് രസകരമായ അന്തരീക്ഷമാണ്. ഞങ്ങളുടെ പണികൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മിക്കവാറും ഒക്കെ പൂർത്തിയായി കഴിഞ്ഞു. എല്ലാ സ്റ്റാളുകളും, ഓരോ സ്റ്റാളിനും പ്രത്യേകമായിട്ട് നമ്മൾ റൂംസ്, അതായത് അകത്ത് അവർക്ക് ഒരാഴ്ച വിശ്രമിക്കാൻ വേണ്ടിയുള്ള ചെറിയ മുറികൾ കർട്ടൻ പോലെ തയ്യാറാക്കി അവർക്ക് കൊടുക്കണം. 35ഓളം സ്റ്റാളുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ CSS, NMS, NCCI, KCC, CEF, USI, YMCA, വിക്ലിഫ് ഇന്ത്യ, ന്യൂ വിഷൻ, മിഷൻ ടു ബ്ലൈൻഡ്, നവജീവോദയം, വിശ്വവാണി, IM, എവരി ഹോം ക്രൂസൈഡ്, ഇങ്ങനെ നിരന്നങ്ങോട്ട് കിടക്കുകയാണ്. എന്നാൽ ഇവർക്ക് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. നിങ്ങളേവരെയും ഞങ്ങൾ മാരാമൺ കൺവെൻഷൻ മണപ്പുറത്തേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ആര് മാരാമണ്ണ് വന്നാലും പ്രത്യേകം ഓർത്തോണം, ഞങ്ങളുടെ കോഴഞ്ചേരി ശ്രേയസ് ബേക്കറിയിൽ എത്തണം. നമസ്കാരം.